നിങ്ങൾ ജനിച്ചു വീഴുന്നത് തന്നെ ഒരു ലൈവ് റിയാലിറ്റി ഷോയിലേക്കാണെങ്കിലോ? നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ 24 മണിക്കൂറും ആയിരക്കണക്കിന് ക്യാമറകളാൽ ഷൂട്ട് ചെയ്യുന്നു. അതൊരു ലൈവ് ഷോ ആയി ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള സകലരും അഭിനേതാക്കൾ. പുറമെ വലിയൊരു ലോകമുള്ളതും പല പല ജീവിതങ്ങളുള്ളതും ഒന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ഓരോ ദിവസവും ഈ ഷോ ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് പ്രകാരമായിരിക്കും മുന്നോട്ട് പോവുക. അതായത് ജനിച്ചു വീഴുന്നത് തന്നെ ഒരു ബിഗ് ബോസ് വീട്ടിൽ. ഇതാണ് ദി ട്രൂമൻ ഷോ എന്ന മൂവിയുടെ ഇതിവൃത്തം. ട്രൂമൻ ബർബാങ്ക് എന്ന കഥാപാത്രം ജനിച്ചു വീഴുന്നത് ക്രിസ്റ്റോഫ് എന്ന ഷോ ഡയറക്ടർ വിഭാവനം ചെയ്ത ഒരു റിയാലിറ്റി ഷോയിലേക്കാണ്. ആയിരക്കണക്കിന് ലൈറ്റിംഗ് സെറ്റപ്പുകൾ ഉപയോഗിച്ച് സൂര്യവെളിച്ചം ഉണ്ടാക്കുക, പ്രൊപ്പല്ലറുകൾ ഉപയോഗിച്ച് കാറ്റുണ്ടാക്കുക, ഷെയ്ഡ്സ് ഉപയോഗിച്ച് മേഘങ്ങൾ ഉണ്ടാക്കുക, കൃത്രിമ മഴ പെയ്യിക്കുക, ഇതിന് ഒരു ചെറിയ കടൽ തന്നെ ഈ ചെറിയ ലോകത്ത് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. താൻ അനുഭവിക്കുന്ന ഈ റിയാലിറ്റി ഒരു മിത്താണെന്ന് അതിലെ ഒരു കഥാപാത്രത്തിലൂടെ മനസ്സിലാക്കുകയും പിന്നീട് അങ്ങോട്ട് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ട്രൂമന്റെ ശ്രമങ്ങളുമാണ് ഈ സിനിമ. ജിം കാരി എന്ന ലെജൻഡറി ആക്ടറാണ് ഇതിൽ ട്രൂമൻ ബർബാങ്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നെ സ്വാധീനിച്ചൊരു 15-20 സിനിമകളിൽ ഒരെണ്ണം ഈ സിനിമയാണ്. വളരെ രസകരവും ഒപ്പം ത്രില്ലിങ്ങുമായ ഈ സിനിമ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കണം. ഇറ്റ്സ് അവൈലബിൾ ഇൻ നെറ്റ്ഫ്ലിക്സ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഈ റിയാലിറ്റി ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആണെന്നും ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നും ഈ റിയാലിറ്റി ഒരു മിത്താണെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? അതായിരുന്നു ട്രൂമൻ ബർബാങ്ക് അതിജീവിച്ച ചോദ്യം. Pretending, Truman. Do you understand? Everybody's pretending. You're on a loop. They go around the block. They come back. They go around again. Who are you? I am the creator. Then who am I? You're the star. Say something, goddammit! You're on television! In case I don't see ya. Good afternoon, good evening, and good night.